ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നൈഫും ഫോർക്ക് ഉപയോഗിച്ച് ഭക്ഷണം കഴിച്ച് പഠിക്കുക. എന്നിട്ടിപ്പോ ഇവൾ അതല്ലല്ലോ ചെയ്യുന്നത്. എന്ത് കാര്യത്തിന് ഒരു വൃത്തികെട്ട തമാശയുണ്ട്. ഇതൊക്കെയാണോ നിന്റെ അമ്മ നിന്നെ പഠിപ്പിച്ചുവിട്ടിരിക്കുന്നത്? അമ്മ എന്നെ നല്ല കാര്യങ്ങളാ പഠിപ്പിച്ചു വിട്ടിരിക്കുന്നത്. അമ്മേ വരൂ. അമ്മേ ഇരിക്ക. ഓ വേണ്ട വേണ്ട. എന്താ നന്ദ? അമ്മേ ഇങ്ങ വന്നേ. എന്താ നന്ദ? ഇതാരാ? ഇത് അയ്യപ്പൻ. ഇയാൾക്ക് തുണിക്കച്ചവടമാണ് തൊഴില്. ഇരിക്കൂ. വേണ്ട, ഞാൻ നിന്നോളാം. ഇരുന്ന് സംസാരിക്കാം. വീടുകളിലൊക്കെ പണ്ട് തുണിയും കൊണ്ടുവരുന്ന ആൾക്കാരുണ്ടായിരുന്നില്ലേ? ആ. അതുപോലെ ആ. ഇപ്പൊ എല്ലാരും കച്ചവടം നിർത്തി. ഓ. ഇയാള് തുടരുന്നുണ്ട്. അല്ല, ഇയാളെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ? നമ്മൾ അന്വേഷിക്കുന്ന ഒരു പെൺകുട്ടിയില്ലേ, ഗുരുജി പറഞ്ഞ പെൺകുട്ടി, ഇയാൾക്കത് കണ്ടുപിടിക്കാൻ പറ്റുമെന്നൊരു തോന്നല്. പണ്ട് കളരിക്കൽ കുടുംബത്തിനെ ശപിച്ചുപോയൊരു തിരുമേനി ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ചില ആളുകളെ ഇയാൾക്ക് അറിയുകയും ചെയ്യാം. ആ പരമ്പരയിൽ ഇപ്പോ ഒരുപാട് കുടുംബങ്ങളൊന്നും ഇല്ല. ഒന്നോ രണ്ടോ കൂട്ടരുണ്ട്. ഒരു കൂട്ടര് ബാംഗ്ലൂരിലും മറ്റുമാണ്. വേറൊരു കൂട്ടര് ചെങ്ങന്നൂരിനടുത്തുണ്ട്. പിന്നെ വലിയ തറവാടായതുകൊണ്ട് ശാഖകൾ പിരിഞ്ഞ് പല വഴിക്ക് പോയിട്ടുണ്ടാവും. നാഗപൂജകളുമായി ബന്ധമുള്ള കുട്ടി ഇരട്ടകളിൽ ഒരാളാ. അതാണ് ഗുരുജി പറഞ്ഞ ലക്ഷണം. കുലം ആ തിരുമേനിയുടേതും. തിരക്കി കണ്ടുപിടിക്കാൻ പറ്റുമോ തനിക്ക്? ഞാൻ ശ്രമിക്കാം. ആവശ്യം പറഞ്ഞപ്പോ കണ്ടുപിടിക്കാൻ പറ്റുമെന്നൊരു തോന്നലുണ്ട്. എങ്കിലൊന്ന് ശ്രമിക്കുക. കാര്യങ്ങൾ വളരെ രഹസ്യമായിരിക്കണം. അതിനെ കുറിച്ച് അമ്മ പേടിക്കണ്ട. ആള് വിശ്വസ്തനാ. ആ, എങ്കിലിവിടെ നിൽക്കൂ, ഞാൻ ഇപ്പൊ വരാം. അയ്യപ്പ, ചോദിച്ചറിയുന്ന കൂട്ടത്തില് ആ ബ്രാഹ്മണ കുടുംബത്തിന്റെ തകർച്ച മുതൽ ചോദിച്ചറിയണം. പിന്നെ തിരയുമ്പോ സമ്പന്നന്മാരെ മാത്രമായിട്ട് തിരയണ്ട. തറവാട്ടിൽ നിന്ന് ഇറങ്ങിയവരും ചിലപ്പോ പാവപ്പെട്ടവരാവാലോ. ഞാൻ നോക്കിയും കണ്ടും ഒക്കെ ചെയ്തു. ദാ, അയ്യപ്പൻ ഇത് വെച്ചോ. അയ്യോ, അതൊന്നും വേണ്ട. യാത്രയല്ലേ, ഇക്കാര്യത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടി വന്ന ചെലവുണ്ടാവില്ലേ? ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ആ പെൺകുട്ടിയെ കണ്ടുപിടിച്ച് ഇവിടെ എത്തിക്കാമെങ്കിൽ ഇതല്ല, കൈ നിറച്ച് പൊന്നും പണവും തന്നെ തരാം. പൊന്നും പണവും ഒന്നും മോഹിച്ചിട്ടല്ല, നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ലേ. എങ്ങനെയെങ്കിലും ഞാൻ തേടി പിടിക്കാം. എങ്കിൽ അയ്യപ്പൻ നടന്നോളൂ. ശരി. ആ, അയാളുടെ ആത്മവിശ്വാസം കണ്ടിട്ട് തേടിപ്പിടിക്കും തന്നെയാ തോന്നുന്നത്. ആർത്തിയില്ലാത്തവനാ. ആ സംസാരം കേട്ടാലറിയാം. അയാൾക്ക് ആ പെൺകുട്ടിയെ കണ്ടെത്താൻ പറ്റട്ടെ. ഏതവസ്ഥയിൽ ഉള്ളവളാണെങ്കിലും എത്ര പാവപ്പെട്ടവരായാലും കുഴപ്പമില്ല, അവളായിരിക്കും നവീന്റെ വധു. അതോടെ തീരട്ടെ എല്ലാ ശാപങ്ങളും. നമുക്ക് പ്രാർത്ഥിക്കാമേ, ഈശ്വരന്മാര് അയാൾക്ക് വഴികാട്ടട്ടെ. ഉണ്ണിമായേ, എന്താമേ? നീ ആ കടയിൽ പോയിട്ടേ കുറച്ച് അയ്യോ അമ്മേ, 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 അയ്യോ എന്തു പറ്റി അമ്മേ? അമ്മേ, അമ്മേ, അമ്മേ. അമ്മേ, അമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? പെട്ടെന്ന് തലയൊന്ന് ചുറ്റി. ആ, നീ കൃഷ്ണയെ വിളിച്ചിരുന്നോ? ഇല്ല, ഞാൻ വിളിക്കണമെന്ന് കരുതിയതാ. ആ, വിളിക്കണ്ടേ? എനിക്ക് വയ്യാന്നറിഞ്ഞാലേ കിട്ടിയ ജോലി ഇട്ടിട്ട് ഓടി വരും അവള്. ജോലിക്ക് ഇപ്പൊ കേറിയതല്ലേ ഉള്ളൂ.
പെട്ടെന്നൊക്കെ പോന്ന അവർക്ക് ഇഷ്ടമാവൂ? എന്റെ ജീവിതം ഇങ്ങനെയൊക്കെയായി. പണ്ടൊക്കെ നമ്മുടെ നാട്ടില് കറണ്ട് വന്നും പോയിരിക്കില്ലേ, അതുപോലെ ഒരു ദിവസം എന്നേക്ക് മയങ്ങക്കെടും. അമ്മയുടെ ഈ സംസാരം കേൾക്കുമ്പോഴാ ഞാൻ കൃഷ്ണനെ വിളിച്ചാലോന്ന് ആലോചിക്കുന്നത്. വേണ്ട മോളെ, ഇപ്പൊ കിട്ടിയ ഈ ജോലി ഉണ്ടല്ലോ, അത് അവരുടെ ഭാവിയിലേക്കൊരു മുതൽക്കൂട്ട. ഇത്രയും നാളും എന്റെ അസുഖം എന്നൊക്കെ പറഞ്ഞ് നടന്ന് അവളുടെ ജീവിതം എരിയിച്ചു കളയായിരുന്നു. ഇനിയെങ്കിലും അവക്ക് നല്ലത് വരണം. അവക്ക് ഇനിയൊരു കൂട്ട് വേണം, അല്ലാതെ പറ്റില്ലേ. അമ്മേ, ഡോക്ടറെ കാണുന്ന കാര്യം അവളെ ഓർമ്മിപ്പിക്കെങ്കിലും. വേണ്ടാന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? അതിന്റെയൊക്കെ സമയമാവുമ്പോ ലീവ് എടുത്ത് അവൾ ഇങ്ങ് വന്നോളും. നമ്മളായിട്ട് അവളോടൊന്നും പറയാൻ നിൽക്കണ്ട. ചെന്ന സ്ഥലത്തെ സ്ഥിതി എന്താണെന്ന് ആർക്കറിയാം? എന്നെ നോക്കാൻ ഇപ്പൊ അവളുടെ സ്ഥാനത്ത് നീ ഉണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പേടിയുമില്ല. ഞാനാ ഇപ്പൊ കുഴപ്പത്തിലായത്. അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റുമ്പോ അവളെ വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ അവൾ എന്നെ കൊല്ലും, പറഞ്ഞ അമ്മ എന്നെ കൊല്ലും. നീ പേടിക്കാതെടി, ഒക്കെ നേരെയാവും. അല്ലാണ്ട് എവിടെ പോവാനാ? അന്ന് നവീനും ഫാമിലിയും വന്നപ്പോ പറ്റിയ അബദ്ധം ഇനി പറ്റാൻ പാടില്ല. രാധ ഫുഡ് കഴിക്കുന്നത് വളരെ സ്റ്റൈലിഷ് ആയിട്ടാ, നൈഫും ഫോർക്കും ഉപയോഗിച്ച്. അതുപോലെ കൃഷ്ണയും പഠിച്ചേ പറ്റൂ. ഒന്നാമതേ ഈ മണ്ണിന് പോലടിക്കുന്ന സാധനം എനിക്ക് കണ്ടുകൂടാ. അതിന്റെ കൂടെ ദേ ഈ കുട്ടിയും കോലും, ഇവർക്കൊന്നും വേറെ പണിയില്ലേ? അല്ല, ഈ കൈകൊണ്ട് വാരി കഴിച്ച എന്താ കുഴപ്പം? ചിലപ്പോ നവീന്റെ ഫ്രണ്ട്സിന്റെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് വരാം. അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കേണ്ടി വരും. അവിടെ ഇതൊന്നും പറ്റില്ല, അതുകൊണ്ട് ഈ പറയുന്ന ജസ്റ്റ് ട്രൈ. ഞങ്ങളുടെയൊക്കെ നാട്ടിലെ പല വഴക്കുണ്ടാകുമ്പോഴേ ഇതൊക്കെ കയ്യിലെടുക്കുന്നത്. ഇവിടെയൊക്കെ കഴിക്കുന്നത് തന്നെ ഒരു യുദ്ധാണല്ലേ? എന്താ സിനിത്? നൈഫും ഫോർക്കും ഉപയോഗിച്ച് ഭക്ഷണം കഴിച്ച് പഠിക്കുക. എന്നിട്ടിപ്പോ ഇവൾ അതല്ലല്ലോ ചെയ്യുന്നത്. എന്ത് കാര്യത്തിന് ഒരു വൃത്തികെട്ട തമാശയുണ്ട്. ഇതൊക്കെയാണോ നിന്റെ അമ്മ നിന്നെ പഠിപ്പിച്ചുവിട്ടിരിക്കുന്നത്? അമ്മ എന്നെ നല്ല കാര്യങ്ങളാ പഠിപ്പിച്ചു വിട്ടിരിക്കുന്നത്.